നമസ്കാരം. ഞാൻ ഒരു പുതിയ കാർ വാഷ് വാങ്ങിച്ചു. ResQTechന്റെ VW101 എന്ന് പറയുന്ന മോഡൽ. ഇതിന് ഏകദേശം നിലവിൽ ഇപ്പോൾ 8,000 രൂപയാണ്. കഴിഞ്ഞ ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. 7,200 രൂപയ്ക്ക് വന്നു. 6,900 രൂപയ്ക്കും പല കാർഡുകൾ വെച്ച് കിട്ടും. ഇതാണ് അതിൻ്റെ കൂടെയുള്ള കുറച്ച് ആക്സസറീസ്. നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഇതിൽ കാറ് കഴുകാൻ അല്ലെങ്കിൽ വാഹനം കഴുകാൻ ഉപയോഗിക്കുന്നവർക്കും മറ്റു ആവശ്യങ്ങൾക്കുള്ള ഒത്തിരി ആക്സസറീസ് ഉണ്ട് ഇതിനകത്ത്. അത് ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് നോക്കിയതിന് ശേഷം നോക്കാം. ഇതിന് ഗണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം ഗണ്ണ് ചെറിയ ഷോർട്ട് ഗൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഉപയോഗങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഇതുപോലത്തെ കുറച്ച് ആക്സസറീസ് ഇപ്പോൾ വരുന്ന ഈ ഒരു മോഡലുണ്ട്. ഈ മോഡൽ ഒരു വർഷം മുന്നേ വിറ്റപ്പോൾ ഈ വക സാധനങ്ങൾ ഇല്ലായിരുന്നു. ഇതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ മാറ്റ് കഴുകാം അല്ലെങ്കിൽ ഫ്ലോർ കഴുകാം. അപ്പോൾ അതിന് പറ്റിയ നല്ല ഹാർഡായിട്ടുള്ള ബ്രഷ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇത് നമ്മുടെ മെഷീനാണ്. മെഷീനിൽ കുറച്ച് ആക്സസറീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്തു. കാരണം അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫിറ്റ് ചെയ്തത്. ഇനി ഗണ്ണ് നമുക്ക് എടുത്ത് സൈഡിൽ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ക്ലിപ്പ് പോലത്തെ ഉണ്ട്. അതും പെട്ടെന്ന് തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആണ് അത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള രൂപം. രണ്ട് ഗണ്ണും നമുക്ക് ഗണ്ണിൻ്റെ രണ്ട് പീസും കൃത്യമായിട്ട് അതിനകത്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഓരോരോ ആക്സസറീസ് അത് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അത് ഗണ്ണിലേക്ക് കണക്ട് ചെയ്യണം. അത് അവിടെ ഒരു അടപ്പുണ്ട്, അത് കഴിയുമ്പോൾ ചെയ്യാം. എല്ലാത്തിലും കിട്ടുന്ന പോലെ തന്നെയുള്ള നല്ല സെയിം കണക്ടർ തന്നെയാണ്, സെയിം മെക്കാനിസമാണ് ഇതിൻ്റെ കണക്ടറിനുള്ളത്. പക്ഷേ ഈ നോസ് നല്ല ഹാർഡാണ്. ഇതാണ് എൻ്റെ ഗണ്ണ്. ഗണ്ണിൻ്റെ ടോപ്പ് നമുക്ക് പല കഷ്ണങ്ങളെ ഊരി മാറ്റാം. അത് വലിച്ചൂരി എടുക്കാം. അതിൻ്റെ ഈ ഒരു സാധനം പതിയെ പ്രസ്സിന് ശേഷം നമുക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അറ്റത്തുള്ള ഓരോരോ പീസുകളും വ്യത്യസ്ത ഉപയോഗത്തിന് മാറ്റി സ്ഥാപിക്കാം. ഇതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം കണ്ട വാഹനത്തിന്റെ അണ്ടർ ബോഡി കഴുകാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പീസ്. അതൊരു 45 അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ വരെ നമുക്കത് മാറ്റി വെക്കാം. ഇതൊക്കെ ഊരി വെച്ചില്ല എന്നുണ്ടെങ്കിൽ സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. മണ്ണ് എന്തെങ്കിലും കയറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യത വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫോം ബോട്ടിൽ വരുന്നുണ്ട്. ഫോം ബോട്ടിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഫോം ബോട്ടിൽ ഫോമും വരും. അത് തന്നെ നീഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളം തന്നെ, അതായത് നോർമലി ഔട്ട്പുട്ട് വരുന്ന വെള്ളം വരും. മറ്റൊരു കാര്യം, ഇത് ഡയറക്റ്റ് പൈപ്പിലേക്ക് കൊടുക്കണ്ട. നിങ്ങളൊരു ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്താൽ പോലും ഈ ഒരു പവർ വാഷ് അല്ലെങ്കിൽ ഈ ഒരു കാർ വാഷ് നമുക്ക് നല്ല രീതിയിൽ വെള്ളം എടുക്കാൻ പറ്റും. ചില പവർ വാഷൊക്കെ മേടിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നേരെ നമുക്കൊരു ഒരു പൈപ്പിലേക്ക് കൊടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതതിൻ്റെ ഇല്ല. ഇതാണ് ഫോം ബോട്ടിൽ. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അത് ഫിറ്റിന് ശേഷമുള്ളതാണ്. ഇതിൻ്റെ ലെങ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. 5.5 ഫീറ്റാണ് എൻ്റെ ഹൈറ്റ്. അത്രയും ഹൈറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ഒരു ഫ്ലോർ കഴുകണമെങ്കിൽ, ഇപ്പോൾ ആർക്കാണെങ്കിലും അത് എന്താ പറയുക, കുനിഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും നമുക്കത് നടുവളഞ്ഞു നിൽക്കുമ്പോൾ ഒരു പെയിൻ വരും. പക്ഷെ ഇത് അങ്ങനെ വരില്ല. ഇത്രയും ലെങ്ത് ആണ് ആ ഒരു പ്രോഡക്റ്റിനുള്ളത്. നമുക്ക് ഗണ്ണിലേക്ക് കൂടി 2 പീസ് ഗണ്ണിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, സിംഗിൾ പീസിലേക്ക് അല്ല. അപ്പോൾ ഇത്ര ലെങ്ത് ഉള്ളത് കൊണ്ട് നമുക്കത് പവർ കൊടുത്തു വന്നിട്ട് വാട്ടർ കൊടുത്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങൾ ആദ്യം കണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ. ഇനി ഗണ്ണ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ അറ്റത്തുള്ള ഒരു ചെറിയൊരു പ്രസ് ചെയ്യാം. പ്രസ്സിന് ശേഷം അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഗണ്ണ് അവിടെ ലോക്ക് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗണ്ണ് കണക്ട് ചെയ്യാന്നുള്ളത്. ഇതാണ് എൻ്റെ ഔട്ട് സൈഡ്, അതായത് ഇതിനകത്ത് വെള്ളം വരുന്നത്. ഇതിൻ്റെ ഫോഴ്സ് നമുക്ക് നോക്കാം. ഫോഴ്സ് നിങ്ങൾ കണ്ടു കാണും. അത്രയും നല്ല ഫോഴ്സാണ്. 135 ബാർ എന്ന് പറയുമ്പോൾ അതേ ഫോഴ്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാറിനകത്തുള്ള ചെളികൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ കാറ് ഫുള്ളായിട്ട് കഴുകുന്ന കാണിക്കുന്നില്ല. ഇത് എൻ്റെ ഫോം ബോട്ടിൽ. ഫോം എത്രത്തോളം വരും, ഞാൻ 5 രൂപയുടെ ഒരു ബോട്ടിൽ ഷാമ്പു ആണ് ഇതിനകത്ത് ഒഴിച്ചത്. നമുക്ക് 5 രൂപ ഒരു ബോട്ടിൽ കൊണ്ടിട്ട് ഞാൻ 2 ബൈക്കും ഒരു കാറിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോം വരുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ഫോം വരുന്ന മെക്കാനിസം വളരെ നല്ലതാണ്. അത് ഇതേ സമയം തന്നെ ഗണ്ണ് മാറ്റാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഞാൻ ആദ്യം കാണിച്ച ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ അത് അത്രയും നല്ല ഫോഴ്സ് റൊട്ടേറ്റ് ചെയ്താൽ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു യെല്ലോ കളറുള്ള പോർഷൻ മാറ്റിയാൽ പോലും നമുക്കത് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇതാണ് വാഹനത്തിന് അണ്ടർ ബോഡി കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മെക്കാനിസം. കാരണം അത് ഡയറക്റ്റ്, അതായത് നമ്മൾ സ്ട്രേറ്റ് ലൈനായിട്ട് തന്നെ അടിക്കുകയും ചെയ്യാം. പിന്നെ 45 ടു അല്ലെങ്കിൽ 90 ഡിഗ്രി വരെ വളരെ കൃത്യമായി. അതിൻ്റെ ഫോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഞാൻ നേരെ താഴത്ത് വെച്ചിട്ടാണ് അടിക്കണം, അല്ലെങ്കിൽ അത് തെറിച്ചു പോകും. നമ്മൾ നേരെ പിടിക്കത്തുകൊണ്ട് സൈഡിലേക്ക് പിടിക്കുമ്പോൾ ഒരു ബാലൻസ് ചെയ്താണല്ലോ പിടിക്കുന്നത്, തെറിച്ചു പോകും. എന്താ നിങ്ങൾ ഇപ്പം തന്നെ കാണിച്ചത്, അതിൻ്റെ ഫോഴ്സ് നമ്മൾ ഓണാക്കി കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തെറിക്കും. കാരണം ഇത് വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയിലുള്ള അഴുക്കുകൾ നമുക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് അടിക്കാൻ പറ്റും. മറ്റുള്ള ലോക്കൽ കാർ വാഷിനൊന്നും ഇങ്ങനത്തെ സെറ്റപ്പ് ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാനത് തിരിച്ച് അതിൻ്റെ ഇലക്ട്രിക്കൽ വയർ ബാക്ക് സൈഡിൽ കൃത്യമായി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ 2 ഗണ്ണ് അതിൻ്റെ 2 പീസ് ആക്കിയതിന് ശേഷം ഇങ്ങനെ കൃത്യമായിട്ട് വെക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു.